കോപ്പ അമേരിക്കയുടെ വിജയലഹരിയിൽ അർജന്റീനയുടെയും യൂറോ കപ്പിന്റെ ആവേശത്തിൽ സ്പെയിന്റെയും യുവനിര ഒളിമ്പിക് സ്വർണ്ണത്തിളക്കത്തിനായി പാരീസിലേക്ക്. എന്നാൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഒളിമ്പിക്സ് ഫുട്ബോളിൽ നേരിടേണ്ടി വരിക ശക്തരായ എതിരാളികളെയാണ്. അതേസമയം യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും ഗ്രൂപ്പ് ഘട്ടം താരതമ്യേന എളുപ്പമാവും. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് പൂർത്തിയായപ്പോൾ മൊറോക്കോ, ഇറാഖ്, യുക്രൈൻ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികൾ. ഗ്രൂപ്പ് ബിയിലാണ് മുൻ താരം ഹാവിയർ മിശ്രാനോ പരിശീലിപ്പിക്കുന്ന അർജന്റീന. ഫ്രാൻസിന് ഗ്രൂപ്പ് എയിൽ അമേരിക്ക, ഗിനിയ, ന്യൂസിലാൻഡ് എന്നിവർ എതിരാളികളാവും. ഗ്രൂപ്പ് സിയിൽ ഉസ്ബെക്കിസ്ഥാൻ, ഈജിപ്ത്, ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നിവർക്കൊപ്പമാണ് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ കളിക്കുക. ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ, പരാഗ്വേ, മാലി, ഇസ്രായേൽ എന്നിവർ ഏറ്റുമുട്ടും. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറും. ഓരോ ടീമിനും 23 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3 പേരെ കളിപ്പിക്കാം. ജൂലിയൻ ആൽവരസ്, നിക്കോളാസ് ഒട്ടമെന്റി, ഗോൾ കീപ്പർ ജെറോണിമോ റൂളി എന്നിവരാണ് അർജന്റീൻ ടീമിലെ സീനിയർ താരങ്ങൾ. യൂറോ കപ്പിൽ മിന്നിത്തിളങ്ങിയ ലാമിൻ യമാൻ, നിക്കോ വില്യംസ്, പെഡ്രി എന്നിവരെയൊന്നും ഉൾപ്പെടുത്താതെയാണ് സ്പാനിഷ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ടീമിൽ കിലിയൻ എംബാപ്പെ ഉൾപ്പെടെ പ്രധാന താരങ്ങൾ ആരുമില്ല. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് ഒളിമ്പിക്സ് ഫുട്ബോൾ. റിയോ ഡി ജനീറിയോയിലും ടോക്കിയോയിലും ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന്റെ പുരുഷ ടീം ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടില്ല. ഈ സീസണിൽ റയലിൽ എത്തുമെന്ന് കരുതുന്ന 17-കാരൻ സ്ട്രൈക്കർ എൻട്രീക്കിന്റെ മഞ്ഞക്കുപ്പായത്തിലെ പ്രകടനം കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശ നൽകിയാണ് ബ്രസീലിൽ യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടത്.